ഹായ് ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ശ്രുതിയും കൂടെ നീലിമയുടെ കയ്യിൽ നിന്ന് 50 ലക്ഷം മേടിച്ചു എന്നുള്ളതിന്റെ ഒരു വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചന്ദ്രോദയത്തില്. അപ്പൊ സച്ചി എല്ലാവരുടെയും മുമ്പിൽ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ഈ സച്ചി ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതെന്ന്. സത്യങ്ങളൊക്കെ അവൻ മനസ്സിലാക്കിയെങ്കിലും തെളിവുകളൊന്നും അവന്റെ കയ്യിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യം സച്ചിയുടെ നേർക്ക് തന്നെ തിരിച്ചു വിടണം എന്നൊക്കെ ഇങ്ങനെ ശ്രുതി മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചന്ദ്രയോട് എന്നിട്ട് പറയുന്നുണ്ട്, ആന്റി ഈ സച്ചി വെറുതെ ഓരോ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് എന്റെയും ശ്രുതിയുടെയും തലയിൽ കെട്ടിവെക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അത് കേട്ട് രേവതിക്ക് ദേഷ്യം വരുന്നുണ്ട്. രേവതി പറയുന്നുണ്ട്, ശ്രുതി സച്ചിയേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഒരു കാരണവും ഇല്ലാതെ ആരെയും കുറ്റപ്പെടുത്താനും സച്ചിയേട്ടൻ നോക്കാറില്ല. അപ്പൊ ശ്രുതി ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ അവളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചത് സച്ചി കണ്ടായിരുന്നു എന്ന്. അപ്പൊ സച്ചി പറയുന്നുണ്ട്, ഞാൻ കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ നിങ്ങൾ പൈസ മേടിക്കുന്ന ടൈമിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുക കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതിയും ഇങ്ങനെ ഷോക്കായി നിൽക്കുകയാണേ. അപ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, എടാ സച്ചി നീ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ എല്ലാം ഞാൻ അച്ഛന് മനസ്സിലാക്കി തരാം, പക്ഷെ ഇത് രണ്ടാമത്തെ പോയിന്റാ, അത് ഞാൻ പിന്നീട് അച്ഛന് മനസ്സിലാക്കി തരാം. പക്ഷെ നീലിമയുടെ കയ്യിൽ നിന്ന് ഈ ശ്രുതിയും കൂടി 50 ലക്ഷം രൂപ മേടിച്ചു എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണെന്ന് പറയുകയാണ്. അപ്പൊ അത് സച്ചി വീണ്ടും ആവർത്തിച്ച് പറയുമ്പോഴേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്താടാ ശ്രുതി ഇവൻ എന്തൊക്കെയാ ഈ പറയുന്നത്? അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, അമ്മേ ഈ സച്ചി വെറുതെ കള്ളും കുടിച്ച് വന്നിട്ട് ഓരോന്നൊക്കെ പറഞ്ഞ് അലമ്പുണ്ടാക്കുക, വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുക എന്നൊക്കെ ഇങ്ങനെ അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഞാൻ കുടിച്ചിട്ടാ വന്നിരുന്നെങ്കിൽ ഞാൻ ഇതുപോലെ ആയിരിക്കില്ല ശ്രുതി നിന്നോട് പെരുമാറുന്നത്, എന്റെ സംസാര രീതി വേറെ ആയിരിക്കും. അപ്പൊ നിയന്ത്രണം വിട്ടിട്ട് ഞാൻ നിനക്കിട്ട് രണ്ടെണ്ണം പൊട്ടിച്ചെന്ന് ഇരിക്കും എന്നൊക്കെ തന്നെ പറയുക കേട്ടോ സച്ചി. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ പൈസ മേടിച്ചു എന്നുള്ളതിന് നിന്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുകളുണ്ടോ, അല്ലെങ്കിൽ സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ശ്രുതി ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഈ പറഞ്ഞത് ഒരു പോയിന്റ് തന്നെയാണ്. സാക്ഷി എന്റെ കയ്യിലുണ്ട്. ജഡ്ജി അനുവാദം തരുകയാണെങ്കിൽ ആ സാക്ഷിയെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കാം എന്നിങ്ങനെ പറയുക കേട്ടോ സച്ചി. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഏതോ ആൾക്ക് കാശും കൊടുത്ത് കള്ളസാക്ഷിയെ കൊണ്ടുവന്നേക്കുവാ ഈ സച്ചി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ശ്രുതി രക്ഷപ്പെടാനായിട്ട് നോക്കുകയാണ്. അപ്പോഴാണ് സച്ചി ആ കാര്യം വെളിപ്പെടുത്തുന്നത്. ഞാൻ കാശും കൊടുത്ത് ആരും ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ടില്ല പാർലറെട്ടെത്തി, നിങ്ങൾക്ക് കാശ് തന്ന ആള് തന്നെയാണ് ഇങ്ങോട്ടേക്ക് സാക്ഷി പറയാൻ വന്നേക്കുന്നത് പറയുക കേട്ടോ. എന്നിട്ട് ഞാൻ സാക്ഷിയെ വിളിക്കട്ടെ എന്നും ചോദിച്ചുകൊണ്ട് തന്നെ നീലിമയെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയും ഒക്കെ ഇങ്ങനെ ആകെ ഷോക്കായി നിൽക്കുകയാണ്. ഭയങ്കരമായിട്ട് അവർക്ക് ടെൻഷനായിട്ട് അവരുടെ മുഖം തന്നെ മാറുകയാണ്. അവർ നേരെ ആ വാതുക്കലോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ നീലിമയെന്ന് സച്ചി വീണ്ടും വിളിക്കുമ്പോഴേക്കും ചന്ദ്രോദയത്തിലോട്ട് കാലെടുത്ത് വെക്കുകയാണ് നീലിമയെ കാണുമ്പോഴേക്കും ശ്രുതിയും ഇങ്ങനെ പേടിച്ച് വരണ്ട് നിൽക്കുകയാണ്. കാരണം ഇവരുടെ കള്ളക്കളികളെല്ലാം പുറത്താകാൻ പോവുകയാണല്ലോ. നീലിമ വരുമ്പോഴേക്കും തന്നെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എടാ സച്ചി ആരാ ഇത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഇനി പറയാനുള്ളതൊക്കെ നീലിമ തന്നെ പറയുമെന്ന് പറയുക കേട്ടോ. അപ്പൊ നീലിമ തന്നെ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, എന്റെ പേര് നീലിമ, നിങ്ങളുടെ മകനുമായിട്ട് സ്നേഹത്തിലുണ്ടായിരുന്ന ആ നീലിമ ഞാൻ തന്നെയാണ്. 1 ഇയർ ഞങ്ങൾ ലിവിങ് റിലേഷനിലായിരുന്നു, ഞങ്ങൾ നല്ല ഇഷ്ടത്തിലായിരുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്രമതിക്ക് അങ്ങോട്ട് ഭയങ്കര ദേഷ്യം വരിക കേട്ടോ. ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ഓഹോ അപ്പൊ നീ ആയിരുന്നു അല്ലേ എന്റെ മകനെ പറ്റിച്ച് പൈസയുമായിട്ട് ഓടിക്കളഞ്ഞ ആ പെണ്ണ്? അപ്പൊ നീലിമ പറയുന്നുണ്ട്, അത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് ദേഷ്യമായിരിക്കും എന്നുള്ളത് എനിക്കറിയാം. ഞാനൊരു പാവത്തിനെ അല്ല പറ്റിച്ചത്, സ്വന്തം അച്ഛന്റെ റിട്ടയർമെന്റ് കാശും എടുത്ത് ഓടിപ്പോകാൻ ശ്രമിച്ച ഒരു ഫ്രോഡിനെയാണ് പറ്റിച്ചത് എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, മോളെ അവൻ അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി, പക്ഷെ മോളും ആ തെറ്റ് തന്നെ വീണ്ടും ആവർത്തിച്ചല്ലോ. അത് ഞാൻ ഇവിടുന്ന് മോഷ്ടിച്ചുണ്ടാക്കിയ കാശല്ല മോളെ, ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കാശെന്നൊക്കെ രവീന്ദ്രൻ ഭയങ്കര സങ്കടത്തോടെ തന്നെ പറയുക കേട്ടോ. അപ്പൊ നീലിമ ഉടനെ തന്നെ രവീന്ദ്രനോട് മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ചെയ്തതും തെറ്റ് തന്നെയാ, അങ്ങനെ ചെയ്തതിന് ഒരുപാട് റീസൺസ് ഉണ്ട് എനിക്ക്, പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ആ ചെയ്തത് തെറ്റ് തന്നെയാണെന്നുള്ളത് എനിക്കിപ്പോൾ നല്ല ബോധ്യമുണ്ട്, എനിക്ക് അങ്കിൾ മാപ്പ് തരണം എന്നൊക്കെ തന്നെ പറയുക കേട്ടോ നീലിമ. എന്നാൽ ചന്ദ്രമതിക്കാണെങ്കിൽ ഇത് കേട്ടിട്ട് നല്ല ദേഷ്യമാണ് വരുന്നത്. ചന്ദ്ര പറയുന്നുണ്ട്, എന്തൊരു ഈസി ആയിട്ട് ഇവള് മാപ്പ് തരണം എന്നൊക്കെ പറഞ്ഞ് അപേക്ഷിക്കുന്നത്, എന്റെ മകൻ ഒരു പാവ, അവനെ പറഞ്ഞു മയക്കി അവന്റെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ഓടിക്കളഞ്ഞിട്ട് നീ കൂടുതലൊന്നും സംസാരിക്കണ്ടടി ശ്രീകാന്തേ, നീ വേഗം പോലീസിനെ വിളിക്കട എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി പറയുകയാണേ. എന്തിനാ ഇപ്പൊ പോലീസിനെ വിളിക്കുന്നേ എന്നിങ്ങനെ നീലിമ ചോദിക്കുമ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, എന്റെ മകനെ പറ്റിച്ച് പൈസയുമായിട്ട് മുങ്ങിയതിന് എന്നിങ്ങനെ പറയുമ്പോഴേക്കും തന്നെ നീലിമ പറയുന്നുണ്ട്, പൈസയുമായിട്ട് മുങ്ങി എന്നുള്ളത് ശരിയാ, പക്ഷേ ആ പൈസ ഞാൻ എപ്പോഴേ തിരിച്ചു കൊടുത്തു കഴിഞ്ഞു എന്നിങ്ങനെ പറയുമ്പോഴേക്കും ചന്ദ്രയും രവീന്ദ്രനും ഇങ്ങനെ ഷോക്കായിട്ട് വീണ്ടും നിൽക്കുകയാണ്. 50 ലക്ഷത്തിന് പലിശ സഹിതം 55 ലക്ഷമായിട്ട് ഞാൻ ഈ ശ്രുതിക്കും തിരിച്ചു കൊടുത്തു എന്നൊക്കെ നീലിമ പറയുമ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എടാ ശ്രുതി ഈ പെണ്ണ് പറയുന്നതൊക്കെ സത്യമാണോടാ എന്നിങ്ങനെ ചോദിക്കുകയാണേ. ശ്രുതി അപ്പോഴും ചെയ്ത് തെറ്റ് സമ്മതിക്കാതെ ഇങ്ങനെ ഉരുണ്ട് കളിക്കുകയാണ്. അപ്പൊ ചന്ദ്ര ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, ശ്രുതി ഇവർ പറയുന്നതൊക്കെ ശരിയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നീലിമ പറയുന്നുണ്ട്, പൈസ മേടിക്കുമ്പോൾ ഇവളും ഉണ്ടായിരുന്നു, പലിശ സഹിതം എന്റെ കയ്യിൽ നിന്ന് 55 ലക്ഷം രൂപ മേടിച്ചത് ഇവളും കൂടി ചേർന്നിട്ടാ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ ആകെ വാ പൊളിച്ച് നിൽക്കുകയാണ്.
അമ്മേ, ഇതൊന്നും വിശ്വസിക്കരുതേ. ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് എന്തോ കള്ളക്കഥകളൊക്കെ ഉണ്ടാക്കി എന്നെ അപമാനിക്കാൻ നോക്കുക. ഈ സച്ചി ഇതിന്റെയൊക്കെ പിന്നിൽ നിന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എടാ, പണ്ട് തൊട്ടേ നീ ഓരോ കുറ്റം ചെയ്തിട്ട് അതെല്ലാം എന്റെ തലയിൽ കെട്ടി വെക്കുന്നതായിരുന്നല്ലോ പതിവ്. ഇപ്പോഴും നീ ആ ശീലം ഒന്നും മറന്നിട്ടില്ലല്ലേ? നീ ഇങ്ങനെയൊക്കെ ഇത് പറയുള്ളൂ എന്നൊക്കെ ഉള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തെളിവുകളുമായിട്ടാ നീലിമ വന്നേക്കുന്നതെന്നൊക്കെ പറയുകയാണ്. നീലിമയെ അതങ്ങ് കാണിച്ചു കൊടുക്കുക എന്നിങ്ങനെ പറയുമ്പോഴേക്കും നീലിമ ആ ഡോക്യുമെന്റ്സ് എല്ലാം എടുത്ത് എല്ലാവരെയും കാണിക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് കേസ് ഒത്തുതീർപ്പാക്കിയതിന്റെ ആ പേപ്പറുകളും അതുപോലെ തന്നെ 55 ലക്ഷം രൂപ സുധിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത പേപ്പറും അങ്ങനെയുള്ള എല്ലാ തെളിവുകളും നീലിമ എല്ലാവരുടെയും മുമ്പിൽ കാണിച്ചു കൊടുക്കുമ്പോഴേക്കും ശ്രീകാന്തും വർഷയും ഒക്കെ അത് പരിശോധിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛാ, ഇവർ പറയുന്നതൊക്കെ ശരിയാ അച്ഛാ. 5 മാസം മുമ്പ് ഇവർ ഈ 55 ലക്ഷം രൂപ ശ്രുതിക്കും അതുപോലെ ശ്രുതിക്കും കൊടുത്തു കഴിഞ്ഞു എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ശ്രുതിയും ചന്ദ്രയും അതുപോലെ രവീന്ദ്രനും ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയാട്ടോ. ഭയങ്കര ദേഷ്യത്തിൽ തന്നെയാണ് അവരും. അങ്ങനെ ഈ കള്ളത്തരം പിടിക്കപ്പെട്ടു എന്ന് ഉറപ്പായി കഴിയുമ്പോഴേക്കും രണ്ടുപേരും എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ തല കുമ്പിട്ട് നിൽക്കുകയാണ്. സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ചന്ദ്രയുടെ മുഖഭാവം തന്നെ അങ്ങോട്ട് മാറിയാട്ടോ. സച്ചി പറയുന്നുണ്ട്, ഇപ്പൊ ജഡ്ജിക്ക് സത്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ടച്ചാ. മലേഷ്യയിൽ നിന്ന് വന്ന കാശിലൊന്നും അല്ല ഇവര് ഷോറൂം തുടങ്ങിയത്. നീലിമ കൊടുത്ത കാശ് കൊണ്ടാണ് ഇവർ ആ ഷോറൂം തന്നെ തുറന്നത്. അതായത് നമ്മുടെ അച്ഛന്റെ കാശ് കൊണ്ടാണ് ഇവർ ഈ ഷോറൂം തുടങ്ങിയെന്നൊക്കെ തന്നെ പറയുക കേട്ടോ സച്ചി. രവീന്ദ്രൻ അപ്പോഴും ദേഷ്യത്തോടെ തന്നെ ശ്രുതിയും ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. എനിക്കൊന്നും അറിയില്ല ആന്റി, ഇതൊക്കെ ഈ സച്ചിയും ഈ പെണ്ണും കൂടെ വെറുതെ ഉണ്ടാക്കി പറയുന്നതാ, ഇതൊക്കെ കള്ളവായെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചന്ദ്രയെ ഒന്ന് സമാധാനിപ്പിക്കാനൊക്കെ നോക്കുകയാണ് കേട്ടോ ശ്രുതി. അപ്പൊ നീലിമ പറയുന്നുണ്ട്, അങ്ങനെ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനൊന്നും നോക്കണ്ട. പാർലറിൽ പോയ എന്നെ ബ്ലോക്ക് ചെയ്ത് എന്നെ സ്റ്റേഷനിൽ എത്തിച്ചത് ഇവരാ. ശ്രുതിയെ പോലെ ഒരാൾക്ക് എന്റെ കയ്യിൽ നിന്ന് കാശ് തിരിച്ച് മേടിക്കാനുള്ള ടാലന്റ് ഒന്നും ഇല്ല. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ചെയ്തത് തെറ്റ് തന്നെയായിരുന്നു. അപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്നും ഞാൻ അങ്ങനെ മേടിച്ച കാശ് ഞാൻ പലിശ അടക്കം തിരിച്ചു കൊടുത്തു കഴിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് തന്നെ നീലിമ അവരുടെ മുമ്പിൽ എല്ലാവരോടും മാപ്പ് പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ സച്ചി പറയുന്നുണ്ട്, അച്ഛാ, സത്യങ്ങളൊക്കെ ഇപ്പൊ അച്ഛനെ മനസ്സിലായില്ലേ? നീലിമേ, നിന്നോട് ഞങ്ങൾക്ക് എല്ലാവർക്കും ദേഷ്യമായിരുന്നു. പക്ഷേ നിന്നെക്കാളും വലിയ ക്രിമിനൽസാ ഇവർ രണ്ടുപേരും. നീ വന്ന ജോലി എന്തായാലും കഴിഞ്ഞു, നിനക്ക് ഇനി പോകാം. ഇനി ഇതുപോലുള്ള ട്രാപ്പിലൊന്നും ചെന്ന് പെടരുത്, ഇതുപോലെ ഒരു തെറ്റൊന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി നീലിമയോട് അവിടെ നിന്ന് പൊക്കോളാൻ പറയുകയാണ്. അപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നീലിമ രവീന്ദ്രനോട് പറയുന്നുണ്ട്, അങ്കിൾ, നിങ്ങളുടെ മകന് നല്ല പഠിപ്പുണ്ട്, പക്ഷെ ആ പഠിപ്പിനൊത്തിയ വിവരവോ ബുദ്ധിയോ ഒന്നും തന്നെ സുധിക്കില്ല. പക്ഷെ സച്ചി വളരെ നല്ലൊരു മനുഷ്യനാണ്, ഡിഫറെന്റ് ക്യാരക്ടറാ. സച്ചിയുടെ ക്യാരക്ടർ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സച്ചി പറഞ്ഞുകൊണ്ട് മാത്രമാ ഇന്നിവിടെ വന്ന് ഞാൻ ഈ സത്യങ്ങളെല്ലാം നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞതുപോലും. എന്തായാലും എന്റെ ഭാഗത്തും ഒരു തെറ്റുണ്ടല്ലോ അങ്കിളെ, അതുകൊണ്ട് അങ്കിളിനോട് ഞാൻ വീണ്ടും ആത്മാർത്ഥമായിട്ട് തന്നെ മാപ്പ് ചോദിക്കുക എന്നും പറഞ്ഞുകൊണ്ട് തന്നെ പോകുന്നതിന് മുമ്പ് ശ്രുതിയും ഒക്കെ നല്ലോണം ഒന്ന് നോക്കിയിട്ട് തന്നെയാണ് നമ്മുടെ നീലിമ പോകുന്നതും. പിന്നീട് ചന്ദ്രോദയത്തിലെ വലിയൊരു സീൻ തന്നെ നടക്കുകയാണ്. ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, എടാ, അപ്പൊ നീ ഇത്ര നാളും നീ ഞങ്ങളെ പറ്റിച്ചോണ്ടിരിക്കുകയായിരുന്നു അല്ലേ? ഉടനെ തന്നെ വർഷയും ശ്രുതിയെ ചോദ്യം ചെയ്യുകയാണ്. ശ്രുതി ചേച്ചി ഇങ്ങനെയുള്ള ഒരാളായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതും പോരാഞ്ഞിട്ട് ശ്രുതി ചേച്ചിയുടെ അച്ഛൻ അയച്ചു തന്ന കാശിൽ ആ ഷോറൂം തുടങ്ങിയെന്ന് കള്ളവും പറഞ്ഞില്ലേ? എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു ശ്രുതി ചേച്ചി? എങ്ങനെ ഇതുപോലുള്ള കള്ളത്തരങ്ങളൊക്കെ ചെയ്യാൻ തോന്നുന്നു ശ്രുതി ചേച്ചി എന്നൊക്കെ ഇങ്ങനെ ചോദ്യം ചെയ്യുകയാണ് ശ്രുതിയെ. അപ്പൊ രവീന്ദ്രനാണെങ്കിലും ശ്രുതിയെ ഇങ്ങോട്ടേക്ക് വാടാ എന്നും പറഞ്ഞുകൊണ്ട് രവീന്ദ്രന്റെ അടുത്തേക്ക് വിളിക്കുകയാണ്. ദേഷ്യത്തിൽ തന്നെ രവീന്ദ്രൻ ശ്രുതിയോട് പൊട്ടിത്തെറിക്കുകയാണ്. ഇപ്പോഴും നിനക്ക് ഈ കുടുംബത്തെ പറ്റിക്കുന്ന പരിപാടി നിർത്താറായില്ലേടാ? നീ എന്റെ മകനാണെന്ന് പറയാൻ തന്നെ എനിക്കിപ്പോ നാണക്കേട് തോന്നുക എന്നും പറഞ്ഞുകൊണ്ട് തന്നെ രവീന്ദ്രൻ ശ്രുതി അങ്ങ് പുച്ഛിക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ കാശ് വെച്ചിട്ടാണല്ലേ നിങ്ങൾ ഷോറൂം ഒക്കെ തുടങ്ങിയേ എന്നിങ്ങനെ ശ്രുതിയോട് ചോദിക്കാട്ടോ രവീന്ദ്രൻ. അപ്പൊ ശ്രുതിയും അതേന്ന് പറയുന്നതോടുകൂടി തന്നെ നമ്മുടെ ചന്ദ്രയ്ക്കാണെങ്കിലും ഭയങ്കരമായിട്ട് ദേഷ്യം വരിക. എന്നിട്ട് ചന്ദ്രയും ശ്രുതിയെ ദേഷ്യത്തോടെ തന്നെ ചന്ദ്രയുടെ അടുത്തേക്ക് വിളിക്കുകയാണ് കേട്ടോ. ശ്രുതിയെ അടുത്ത് നിർത്തിക്കൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, ചന്ദ്ര, നിനക്ക് എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ തോന്നിയടാ? നിനക്ക് എങ്ങനെ എന്നോട് ഇത് ചെയ്യാൻ തോന്നി? ഇത്രയും വലിയൊരു കള്ളം നിനക്ക് എങ്ങനെ എന്നോട് പറയാൻ തോന്നിയടാ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ചന്ദ്ര ശ്രുതിയെ തല്ലാനായിട്ട് പോകുമ്പോഴേക്കും ശ്രുതി രണ്ടുപേരും കൂപ്പിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട്, അമ്മേ, ഞാനല്ലമ്മേ, ഈ കാശ് ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് തുടങ്ങാന്ന് പറഞ്ഞത് ശ്രുതിയാ, എല്ലാം ശ്രുതിയുടെ ഐഡിയ എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായി കഴിയുമ്പോഴേക്കും ശ്രുതി അവിടെ സ്വന്തം ഭാര്യയെ തന്നെ ഒറ്റ കൊടുത്തിരിക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്ര ദേഷ്യത്തില്, പിന്നെ ചന്ദ്രയുടെ ദേഷ്യം മുഴുവൻ തീർക്കുന്നത് ശ്രുതിയുടെ നേർക്കായിരിക്കും. ആ സമയത്ത് ശ്രുതിയെ നോക്കി ദഹിപ്പിക്കുകയാണ് ചന്ദ്രമതി. കുറ്റം മുഴുവൻ എല്ലാ തെറ്റുകളും ചെയ്തത് ശ്രുതിയാണെന്നുള്ള മട്ടിൽ ശ്രുതിയെ പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് നൈസായിട്ട് എസ്കേപ്പ് ആകാൻ നോക്കുകയാണ്. പിന്നെ ചന്ദ്ര ദേഷ്യം മുഴുവൻ തീർക്കുന്നത് ശ്രുതിയുടെ അടുത്ത് തന്നെയാണ് കേട്ടോ. എന്നിട്ട് ശ്രുതിയുടെ കാരണക്കുറ്റി നോക്കി തന്നെ ഒരൊറ്റടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ചന്ദ്ര. ശ്രുതി ആ സമയത്ത് കവളും പൊത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ശ്രുതിയെ നോക്കുന്നുണ്ടെങ്കിലും ശ്രുതി ഒന്നും അറിയാത്ത മട്ടിൽ തല മുമ്പിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ശ്രുതിക്കാണെങ്കിലും കളികളെല്ലാം വിളിച്ച് തായപ്പോൾ ശ്രുതി തന്നെ ഒറ്റിക്കൊടുത്തല്ലോ എന്നുള്ളൊരു വിഷമവും സങ്കടവും ഒക്കെ ഉണ്ട്. എന്നിട്ട് ചന്ദ്ര ചോദിക്കുന്നുണ്ട്, അന്ന് നീ വലിയ വീമ്പളക്കുന്നുണ്ടായിരുന്നല്ലോ, എന്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് അയച്ചു തന്ന കാശിലാണ് ഷോറൂം തുടങ്ങിയെന്ന് പറഞ്ഞ് എന്തൊരു നെളിപ്പായിരുന്നു നിനക്ക്. എന്റെ ഭർത്താവിന്റെ കാശിന് ഷോറൂം തുടങ്ങിയിട്ട് അത് നിന്റെ അച്ഛൻ അയച്ചു തന്ന കാശാന്നും പറഞ്ഞ് കള്ളം പറഞ്ഞോടി എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ചന്ദ്രമതി വീണ്ടും ശ്രുതിയെ തല്ലുകയാണ്. എന്തിനാടി നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? എന്ത് ധൈര്യം ഉണ്ടടി നിനക്ക് ഇതുപോലെ കള്ളം പറയാൻ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും തല്ലാൻ പോകുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഞാൻ പറയാം എന്നും പറയുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതി. ഫസ്റ്റ് ഈ കാശ് കൊണ്ട് ഷോറൂം തുടങ്ങിയിട്ട് പിന്നെ അച്ഛൻ കാശ് അയക്കുമ്പോൾ ഈ കാശ് തിരികെ തരാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചെന്നൊക്കെ തന്നെയാണ് കേട്ടോ ശ്രുതി പറയുന്നത്.
അപ്പൊ ചന്ദ്ര പറയുന്നുണ്ട്, നീ വിചാരിച്ചൊന്നും അല്ല എനിക്ക് അറിയേണ്ടത്, നീ എന്തിനാ ഞങ്ങളിൽ നിന്ന് ഈ കാര്യം മറച്ചു വെച്ചെന്നുള്ളത് എനിക്ക് അറിയേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ചന്ദ്രയുടെ ദേഷ്യം മുഴുവൻ ശ്രുതിയോട് തീർക്കുകയാണ്. അപ്പോഴേക്ക് രവീന്ദ്രൻ പറയുന്നുണ്ട്, ചന്ദ്രയെ മതി, നിർത്ത്, ആരും എന്നോട് ഒന്നും പറയരുത്, ഞാൻ ഇവളോടാ ചോദിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ചന്ദ്ര വീണ്ടും ശ്രുതിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ പറയടി, നീ എന്തിനാടി എന്നോട് കള്ളം പറഞ്ഞത്? ശ്രുതിക്ക് ശേഷം നിന്നെ അല്ലേടി ഞാൻ തലയിൽ കയറ്റി വെച്ചോണ്ട് നടന്നത്, ആ എന്നോട് തന്നെ നീ ഇതുപോലെ ഒരു ചതി ചെയ്തല്ലോടി, എന്നോട് നീ കള്ളം പറഞ്ഞല്ലോടി, എന്നോട് തന്നെയാണല്ലോടി നീ ഇത്രയും വലിയ കള്ളം പറഞ്ഞത്, ഞാൻ കൂട്ടിക്കൊണ്ട് വന്ന മരുമകളാണെന്ന് പറഞ്ഞ് നിന്നെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുക എല്ലാവരോട് ഞാൻ ചെയ്തത്, എല്ലാവരോടും നിന്നെ പറ്റി പുകഴ്ത്തി സംസാരിക്കുക അല്ലാണ്ട് ഞാൻ ചെയ്തിട്ടുള്ളതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുകയാട്ടോ ശ്രുതിയോട്. അങ്ങനെ അതും പറഞ്ഞ് ചന്ദ്ര പൊട്ടിത്തെറിക്കാട്ടോ ശ്രുതിയോട്. കുറച്ചു മുമ്പ് പോലും ഞാൻ രേവതിയോട് പറഞ്ഞത് അതായിരുന്നു, നല്ല മരുമകൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ശ്രുതിയെ കണ്ട് പഠിക്കാൻ പറഞ്ഞവളാ ഞാൻ, ആ എൻ്റെ മുഖത്ത് തന്നെ നീ കരുവാരി തേച്ചില്ലോടി എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ശ്രുതിയോട് വീണ്ടും ചൂടാവുകയാണ് കേട്ടോ. ആൻറ്റി വിചാരിക്കുന്ന പോലല്ല, ശ്രുതിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തെന്നൊക്കെ ശ്രുതി പറയുമ്പോഴേക്കും, ശ്രുതിക്ക് വേണ്ടിയിട്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതെ ആൻറ്റി, ഞാൻ ഈ ഷോറൂം തുടങ്ങി കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ശ്രുതി ഇപ്പോഴും ആ പാർക്കിൽ പോയി ഉറങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ കരഞ്ഞോണ്ട് പറയുക കേട്ടോ ശ്രുതി. അന്ന് ആ ഷോറൂം തുടങ്ങിയോണ്ടല്ലേ ഇപ്പൊ ശ്രുതിക്ക് ഈ വീട്ടിലൊരു മര്യാദയൊക്കെ കിട്ടുന്നത്, അല്ലാതെ ശ്രുതിക്ക് ഒരു ജോലി പോലും അന്വേഷിച്ച് കണ്ടെത്താനുള്ള കഴിവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ഓഹോ, അപ്പൊ നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? നീ കാരണമാണ് ശ്രുതിക്ക് ഈ കിട്ടിയ സൗഭാഗ്യങ്ങളെല്ലാം ഉണ്ടായതെന്നോ? നീ ഇല്ലായിരുന്നെങ്കിൽ ശ്രുതി ഒരിക്കലും ഇതുപോലെ ഒരു ഷോറൂം തുടങ്ങില്ലായിരുന്നു എന്നൊക്കെയാണോടി നീ പറഞ്ഞു വരുന്നതെന്നൊക്കെ ചോദിച്ച് വീണ്ടും ചൂടാവുകയാണ്. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, അങ്ങനെ തന്നെ ആയിരുന്നല്ലോ ആന്റി ശ്രുതിയുടെ കാര്യം, ഞാൻ കല്യാണം കഴിച്ച് വരുന്നത് വരെ ശ്രുതി അങ്ങനെ തന്നെയല്ലേ ഇവിടെ കഴിഞ്ഞുകൊണ്ടിരുന്നത്, ഞാൻ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പോലും ശ്രുതി അങ്ങനെ തന്നെയല്ലേ കറങ്ങി നടന്നുകൊണ്ടിരുന്നത്, ശ്രുതിക്ക് ഒരു കാര്യത്തിലും ഒരു ഉത്തരവാദിത്വം ഇല്ലായിരുന്നല്ലോ, ശ്രുതിക്ക് ഒരുപാട് പഠിപ്പുണ്ട്, ഒരുപാട് ഡിഗ്രിയും ഉണ്ട്, പക്ഷെ അതിനൊത്തൊരു കഴിവ് ശ്രുതിക്ക് ഇല്ലാതെ പോയി, എന്നാൽ ആ പഠിപ്പിനൊത്തൊരു ജോലി കണ്ടുപിടിക്കാൻ ശ്രുതിക്ക് കഴിഞ്ഞോ? ശ്രുതിക്ക് അതിനൊന്നും ഒരു കഴിവില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ശ്രുതി പറയുമ്പോഴേക്കും ചന്ദ്രയ്ക്ക് വീണ്ടും ദേഷ്യം വരികയാണ്. ശ്രുതി ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേക്കും ശ്രുതിയും ഇങ്ങനെ അന്തം വിട്ട് ശ്രുതിയെ നോക്കി നിൽക്കുകയാണ്. ശ്രുതിയോട് ഒരുപാട് ജോലിക്ക് പോകുന്ന കാര്യം ഞാൻ പറഞ്ഞതാ, എന്നിട്ട് ശ്രുതി അതിനൊന്നും പോകാതെ മടി പിടിച്ച് ഇവിടെ ഇരിക്കുകയല്ലായിരുന്നോ ചെയ്തത്, മുതലാളിയാകണം എന്നുള്ളത് മാത്രമായിരുന്നു ശ്രുതിയുടെ ലക്ഷ്യം, മേലനങ്ങാതെ കാശുണ്ടാക്കണം, അതായിരുന്നു ശ്രുതിക്ക് വേണ്ടത്. പക്ഷെ അതിനു വേണ്ടിയിട്ട് ശ്രുതി ഒട്ടും തന്നെ കഷ്ടപ്പെടാനും തയ്യാറായില്ല. ഇപ്പോഴും ശ്രുതിക്ക് ഞാനൊരു ഷോറൂം തുടങ്ങി കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും അവൻ മടി പിടിച്ച് ഇവിടെ തന്നെ ഇരുന്നേനെ, ഇപ്പോഴും മടി പിടിച്ച് ശ്രുതി ഈ വീട്ടിൽ തന്നെ കഴിഞ്ഞു കൂടിയേനെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ചന്ദ്രയ്ക്ക് വീണ്ടും ദേഷ്യം വന്നിട്ട് ചന്ദ്ര പറയുന്നുണ്ട്, നിർത്തിട്ട് നിന്റെ പ്രസംഗം, ഇപ്പോഴും നീ പറയുന്നത് എന്താ? എൻ്റെ മോന് ഒരു കഴിവില്ല എന്നാണ് പറഞ്ഞു വരുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ശ്രുതി പറയുന്നുണ്ട്, കഴിവുണ്ട് ആൻറ്റി, പക്ഷെ ആ കഴിവ് വെച്ച് ശ്രുതി ഒന്നും ചെയ്യാൻ നോക്കുന്നില്ല എന്നിങ്ങനെ പറയുക കേട്ടോ. ശ്രുതിയെ നാണം കെടുത്തിയും കുറ്റപ്പെടുത്തിയൊക്കെയാണല്ലോ ശ്രുതി സംസാരിക്കുന്നത്. സ്വന്തം മകനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അപ്പൊ നീ എന്താടി പറഞ്ഞു വരുന്നത്? നിനക്ക് മാത്രമേ അവനോട് സ്നേഹമുള്ളൂ എന്നാണ് നിന്റെ വിചാരം? അപ്പൊ ഞങ്ങൾക്കൊന്നും അവനോട് ഒരു സ്നേഹം ഇല്ലെന്നാണ് നീ പറഞ്ഞു വരുന്നത്? ഞങ്ങളൊന്നും അവൻ നല്ലപോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ലാന്നോ? എന്താ നീ പറഞ്ഞു വരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ വീണ്ടും. അപ്പൊ ശ്രുതി, ഞാൻ അങ്ങനെയല്ല ആൻറ്റി ഉദ്ദേശിച്ചേ എന്നൊക്കെ ഇങ്ങനെ പറയാൻ നോക്കുന്നുണ്ടെങ്കിലും ചന്ദ്ര പറയുന്നുണ്ട്, ആ കാശ് അന്ന് ഞങ്ങളുടെ കൊണ്ട് തന്നായിരുന്നെങ്കിൽ ഞങ്ങൾ അവൻ ഇതുപോലെ ഒരു ഷോറൂം തുറന്ന് കൊടുക്കുമായിരുന്നല്ലോ. അങ്ങനെ ഒന്നും ചെയ്യാതെ വീണ്ടും നീ ഓരോരോ കള്ളം പറഞ്ഞ് ന്യായീകരിക്കാൻ നോക്കുവാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതിലെന്താ ആൻറ്റി തെറ്റുള്ളത്? ഇത്രയും നാളായിട്ടും നിങ്ങൾ ശ്രുതിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ ഒരു ഷോറൂം തുറന്നു കൊടുക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് നേരത്തെ ചെയ്ത് കൊടുക്കാമായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ശ്രുതിയും തിരിച്ച് ചോദിക്കുകയാണ് കേട്ടോ. ശ്രുതി പറയുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും ചന്ദ്രമതിക്ക് പിന്നെയും ദേഷ്യം വരിക കേട്ടോ. ശ്രുതി നല്ല രീതിക്ക് വളർന്ന നല്ല നിലയിൽ എത്തണമെന്നൊക്കെ ആൻറ്റിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അമ്മ എന്ന നിലയിൽ ആൻറ്റി ശ്രുതിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്ത് കൊടുത്തിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അപ്പൊ നീ എന്താടി പറഞ്ഞു വരുന്നത്? ഞങ്ങൾ അവന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്നാണോ? ഞാൻ എൻ്റെ മകന് വേണ്ടി ഒന്നും ചെയ്ത് കൊടുത്തിട്ടില്ലെന്നാണോട് നീ പറയുന്നത് എന്നും ചോദിച്ചുകൊണ്ട് തന്നെ ശ്രുതിയുടെ കാരണം നോക്കി ഒരൊറ്റ അടി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ വീണ്ടും ചന്ദ്രമതി. ശ്രുതി ഇങ്ങനെ ചന്ദ്ര തല്ലുന്ന കണ്ടിട്ടും ശ്രുതി ഒരക്ഷരം പോലും മിണ്ടാനോ തടയാനോ കൂട്ടാക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അത് കാണുമ്പോൾ ശ്രുതിക്ക് ഒന്നും കൂടെ സങ്കടവും ദേഷ്യവും എല്ലാം അങ്ങ് കൂടുകയാണ് കേട്ടോ. അപ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, ചന്ദ്ര മതിയാക്ക്, ഒന്ന് നിർത്ത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട്, പിന്നെ അമ്മ എന്ന നിലയ്ക്ക് ഞാൻ ഇവക്കൊന്നും ചെയ്തു കൊടുത്തിട്ടില്ലെന്നല്ലേ ഇവള് പറയുന്നത്? ഇവരെ ഇത്രയും പഠിപ്പിച്ചത് പിന്നെ ആരാ? എത്ര ഡിഗ്രി ഉണ്ട് എൻ്റെ മകന്? അതൊക്കെ ഇവളാണോ എടുപ്പിച്ചു കൊടുത്തത്? അല്ല, ഇവനെ പഠിപ്പിക്കാൻ വിട്ടതൊക്കെ നീയാണോടി? അപ്പൊ ശ്രുതി വീണ്ടും ചന്ദ്രയോട് ചോദിക്കുകയാണെ, ശ്രുതി ഒരു വാക്ക് പറഞ്ഞപ്പോഴേക്കും ആന്റിക്ക് ഇത്രയും ദേഷ്യം വന്നില്ലേ? ആന്റിക്ക് ഇത്രയും സങ്കടം വന്നില്ലേ? എന്നിട്ട് പോലും ശ്രുതിക്ക് വേണ്ടി ആന്റി ഇത്രയും നാളായിട്ട് ഒരു കാര്യം പോലും അവന് ചെയ്തു കൊടുത്തിട്ടില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ചന്ദ്രയ്ക്ക് വീണ്ടും ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പോഴേക്ക് എടി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും ചന്ദ്ര ശ്രുതിയെ തല്ലാനായിട്ട് പോവുകയാണ്. ആ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ അതിനെ തടയുകയും ചെയ്യുക കേട്ടോ. അപ്പൊ നിന്റെ മനസ്സിലുള്ള വിഷമാണോട് നീ പുറത്ത് കാണിക്കുന്നത്? പണക്കാരിയാണെന്നുള്ള അഹങ്കാരം അല്ലേടി നീ കാണിക്കുന്നത്? നിന്റെ മനസ്സിലപ്പം ഇതൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഇതൊക്കെ മനസ്സിൽ വെച്ചോണ്ട് തന്നെ അല്ലേടി നീ എന്നോട് സ്നേഹത്തോടെ പെരുമാറിയത് എന്നൊക്കെ ഇങ്ങനെ വീണ്ടും ചന്ദ്ര ചോദ്യം ചെയ്യുകയാണേ.
അതും പറഞ്ഞ് വീണ്ടും ചന്ദ്ര ഇങ്ങനെ ശ്രുതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഇതൊക്കെ മോനെ രക്ഷപ്പെടുത്താനുള്ള അമ്മയുടെ വെറും അടവ് മാത്രമാ. മോനെ തല്ലാതിരിക്കാൻ എല്ലാ കുറ്റവും ശ്രുതിയുടെ തലയിൽ കെട്ടിവെച്ച് ശ്രുതിയെ തല്ലി ചതക്കുക ഈ അമ്മ. അപ്പൊ വർഷം പറയുന്നുണ്ട്, അതെ തെറ്റ് ചെയ്തത് രണ്ടുപേരും കൂടെ കൂടിയല്ലേ, അതിന് ശ്രുതി ചേച്ചിയെ മാത്രം ചീത്ത പറഞ്ഞിട്ടോ തല്ലിയിട്ടോ ഒരു കാര്യമില്ല എന്നൊക്കെ തന്നെ വർഷ പറയുക കേട്ടോ. അപ്പൊ ചന്ദ്ര പറയുന്നുണ്ട്, കേട്ടോടി, നിങ്ങൾ ചെയ്ത തെറ്റ് കാരണം ഇപ്പൊ എല്ലാരും എന്നെയും കൂടിയാ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്. എനിക്ക് വരുന്ന ദേഷ്യത്തിന് നിന്നെ ഞാൻ ഉണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും നമ്മുടെ ശ്രുതിയുടെ മേത്തേക്ക് കുതിര കയറാൻ പോവുകയാണ് കേട്ടോ ചന്ദ്ര. അതിന് നമ്മുടെ രവീന്ദ്രൻ തടയുകയും ചെയ്യുന്നുണ്ട്. നീ ഒന്ന് അടങ്ങി നില്ല് ചന്ദ്ര എന്നും പറഞ്ഞിട്ട് തന്നെ ശ്രുതിയോട് പറയുന്നുണ്ട്, മോളെ നീ അകത്തേക്ക് കയറിപ്പോ എന്നിങ്ങനെ പറയുകയാണേ. അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ശ്രുതിയെ നോക്കുമ്പോഴേക്കും ശ്രുതി ഒന്നും മിണ്ടാതെ തല കുമ്പിട്ട് തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാ കള്ളത്തരങ്ങളും പിടിക്കപ്പെട്ടപ്പോൾ ശ്രുതിയുടെ തലയിലേക്ക് എല്ലാ കുറ്റവും വെച്ചിട്ട് ശ്രുതി രക്ഷപ്പെടാനാണല്ലോ നോക്കിയത്. ആ ഒരു ദേഷ്യവും സങ്കടവും എല്ലാം തന്നെ നമ്മുടെ ശ്രുതിയുടെ മനസ്സിലുമുണ്ട്. ശ്രുതി എന്നിട്ട് മുകളിലേക്ക് കയറി പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അധികം വൈകാതെ തന്നെ ശ്രുതിയുടെ എല്ലാ കള്ളത്തരങ്ങളും വെളിച്ചു താവുകയും ചന്ദ്രമ തന്നെ ശ്രുതിയെ കഴുത്തിന് പിടിച്ച് പുറത്താക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ.